ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഫുൾ ബാക്കിൽ ഒരു എസ് യു വി വേണ്ടത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് നല്ലൊരു മൈലേജ് പ്ലസ് കംഫർട്ട് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വീണ്ടും ഒരു ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ്. കയറ്റത്തിലൊക്കെ ബാക്കോട്ട് ഇറങ്ങി വരുന്ന ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ബിഗിനർ ഡ്രൈവേഴ്സിനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് വേരിയന്റ്. അപ്പൊ അന്ന് അത്ര പ്രൈസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതൊക്കെ ഫുൾ ലോൺ കിട്ടുന്ന ലോൺ ശരിക്കും ഇത് 100% ലോൺ കിട്ടും. ഇതിന്റെ ഒരു പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു പകുതി വില ഏകദേശം പറയാം നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2-3 ദിവസമായിട്ടുള്ള എത്തിയിട്ട് പൊതുവെ മാഗ്നറ്റ് ഒന്നും ഒരുപാട് സമയം നിൽക്കലില്ല, പെട്ടെന്ന് തന്നെ സോൾഡ് ആയി പോകും. പ്രധാന റീസൺ ഈ പ്രൈസിൽ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിലുള്ള ഒരു വാഹനം കിട്ടൂല. 50,000 രൂപ നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റ് വണ്ടി ഇറക്കാം. പക്ഷെ ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് ലോ മെയിൻ്റെനൻസ് ആണ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഫാമിലിനൊക്കെ യൂസ് ചെയ്യുക. അത്ര ഓട്ടമില്ലാത്ത ആൾക്കാർ വീട്ടിൽ വാങ്ങിയിടാം, ഇനി ഒരു വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അത്ര പ്രൈസ് ഒന്നും കുറയില്ല. പിന്നെ എല്ലാ വാഹനത്തിനും ഹിസ്റ്ററി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. താല്പര്യമുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രിന്റ് ചെയ്ത് കൊടുക്കാറ്. എല്ലാ ഫീച്ചേഴ്സും ലൈറ്റ് യൂസ്ഡ് ആണ്, സിംഗിൾ ഓണർ ആണ്. കസ്റ്റമർ വണ്ടി ചെക്ക് ചെയ്തിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ ഈ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, പിന്നെ ഫ്ലഡ് എഫക്റ്റഡ്, പിന്നെ ഓഡോമീറ്റർ ടാമ്പർ ചെയ്ത വണ്ടികളൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ 100% നമ്മൾ ഗ്യാരണ്ടി. ഡിയർ ഫ്രണ്ട്സ്, നല്ല ക്വാളിറ്റിയിൽ യൂസ് കാർ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. കാരണം നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നു. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ഫിറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇയർ എൻഡിങ്, ന്യൂ ഇയർ, ക്രിസ്മസ് ഒക്കെ ആയതിനാൽ ഒത്തിരി നല്ല ഓഫർ പ്രൈസിലാണ് നമുക്ക് ഇവിടെ വാഹനങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാർ ട്രാക്കിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മൾ കൂടെ എന്നുള്ള മുഫീഖാണ്. മുഫീഖ്, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു അല്ലേ? കാരണം നമുക്ക് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി, അതേപോലെ ലോ കിലോമീറ്റർ തന്നെയാണ് അല്ലേ? ഇതാണ് നമുക്ക് എത്ര സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്? നമ്മളിപ്പോൾ ഒരു 50 കാർസ് സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആയിട്ട്. ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി ഉള്ള വാഹനങ്ങളാണ് എല്ലാ വാഹനങ്ങളും. 50 വണ്ടി ഇപ്പോൾ നിലവിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എല്ലാ വാഹനം. അപ്പോൾ നമുക്ക് ഈ ഹൈ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം ചെക്ക് പോയിന്റ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? കസ്റ്റമറിന് എല്ലാ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ മാങ്കാവ് ടൗണിൽ തന്നെയാണ്, കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരുവിധ എല്ലാ ബ്രാൻഡുകളുടെ ഷോറൂമുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ആരാ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാ വാഹനത്തിനും ഹിസ്റ്ററി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. താല്പര്യമുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രിന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വാഹനത്തിന്റെ ഹിസ്റ്ററി നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്തിരുന്നതാണ്. അത് സാധാരണ നമുക്ക് ഒരു ടെൻഷൻ വേണ്ട, A to Z ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അതിലുണ്ടാവും. കസ്റ്റമർ വണ്ടി ചെക്ക് ചെയ്തിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ ഈ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, പിന്നെ ഫ്ലഡ് എഫക്റ്റഡ്, പിന്നെ ഓഡോമീറ്റർ ടാമ്പർ ചെയ്ത വണ്ടികളൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ 100% നമ്മൾ ഗ്യാരണ്ടി. അപ്പോൾ അത്രയും നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. സോ നമുക്ക് ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് ഇവിടെ മിക്ക വാഹനങ്ങളും നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. സോ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് മിനി ബൈപ്പാസ് ടൗണിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിന്ന് നല്ലൊരു കിള്ളം വാഹനത്തിൽ തുടങ്ങാമല്ലോ. കാരണം ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ലോഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അതേപോലെ തന്നെ നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളടക്കും. നല്ല സ്പേഷ്യസ്, നല്ല കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് MG Hector. ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഇല്ല, 5 സീറ്റർ ആണോ 7 സീറ്റർ? 5 സീറ്റർ Hector അല്ല. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഷാർപ്പ് എന്ന് പറഞ്ഞ വേരിയന്റ്, അതായത് ഡീസൽ മാനുവലേ വരുന്നുള്ള ടോപ്പ് വേരിയന്റിൽ. അപ്പൊ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിലിപ്പോ ഫ്രണ്ടിലെ 2 സീറ്റും നമ്മൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ 14 ഇഞ്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ 6, 7, 8 എയർ ബാഗ് സെറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഫുള്ളി ഫീച്ചർ 360 ക്യാമറ. ഡീസലാണ്. സോ നല്ല മൈലേജ് ഉണ്ട്. കൂടെ തന്നെ നമുക്ക് കറക്റ്റ് ഇത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് ശരിക്കും MG Hector തന്നെയാണ് അല്ലേ? പിന്നീടാണ് മറ്റു വാഹനങ്ങളൊക്കെ ഇതിന് ഫോളോ അപ്പ് ആയിട്ട് വന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം ഡീസലാണ്. അതും 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ അല്ല. ഇതിന്റെ ഒരു പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു പകുതി വിലന്റെ നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു വാഹനം സ്വന്തമാക്കാം. എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 13,50,000. 13,50,000 അല്ലേ? നിലവിൽ നമുക്കൊരു പിന്നെ ഈ ഒരു ലെവലിലുള്ള ഒരു വാഹനം നോക്കുമ്പോൾ ശരിക്കും ഇതിലേറെ കുറഞ്ഞ സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ
നമുക്ക് ആ ഒരു പ്രൈസിന് കിട്ടുള്ളൂ. അപ്പൊ അതിലാണ് നല്ല സ്പേസും കംഫർട്ടും ലോങ് ഡ്രൈവ് ഒക്കെ ഉദ്ദേശിക്കുന്ന നല്ലൊരു ഫാമിലി വെഹിക്കിൾ എന്ന് പറയാം. പക്ഷേ പവർഫുൾ എഞ്ചിനാണ്, 2 ലിറ്റർ എഞ്ചിനാണ് ഫിയറ്റിന്റെ വരുന്നത്. സർവീസ് കോസ്റ്റും നമുക്ക് കുറവാണ് റേഞ്ചുള്ള കാറുകളെ വെച്ച് നോക്കാം. മൈലേജും കൂടുതലാണ്. മൈലേജ് അത്യാവശ്യം നല്ല ഡീസന്റ് മൈലേജ്, ഡീസൽ വണ്ടി എല്ലാം ഡീസന്റ് മൈലേജ് കിട്ടും. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ? ലോൺ ശരിക്കും ഇത് 100% ലോൺ കിട്ടും. നമ്മുടെ കസ്റ്റമർ എലിജിബിലിറ്റി ഉണ്ടായാൽ മതി. അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാം. ഡീസലാണ് 50,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് 2000, സെക്കൻഡ് ഓൺഷിപ്പ് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ കേട്ടോ. ഇനി ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് നമുക്കൊരു സാധാ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിൽ ഒരു SUV വാഹനം വേണമെന്നുള്ളവർക്ക് ലോ മെയിൻ്റെനൻസും അത്യാവശ്യം നല്ല മൈലേജും നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് നിസാന്റെ മാഗ്നറ്റ്. ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി ഇപ്പോൾ ഈ ഒരു വാഹനം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഒന്ന് പിടിച്ചിരിക്കുന്നത് അല്ലെ. സാധാരണ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി വാഹനങ്ങളുണ്ട്, പക്ഷെ ഈ ഒരു ബ്രാൻഡിന് ഈ ഒരു കാറ് മാത്രം വെച്ചിട്ടാണ് അവർ ഇന്ന് ഇന്ത്യയിൽ പിടിച്ചിരിക്കുന്നതാണ് ഹൈലൈറ്റ്. ഒരുപാട് എൻക്വയറി, ഒരുപാട് ആളുകളുണ്ട് ഈ വാഹനത്തിന്. നമുക്ക് നമുക്കൊന്ന് പൊതുവെ ഇത് 2-3 ദിവസമായിട്ടുള്ള എത്തിയിട്ട് പൊതുവെ മാഗ്നറ്റ് ഒന്നും ഒരുപാട് സമയം നിൽക്കലില്ല, പെട്ടെന്ന് തന്നെ സോൾഡ് ആയി പോകും. പ്രധാന റീസൺ ഈ പ്രൈസിൽ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിലുള്ള ഒരു വാഹനം കിട്ടൂല. ചെറിയ നമ്മൾ ഹാച്ച് ബാക്ക് കൊടുക്കുന്ന പ്രൈസിന് തന്നെ എക്സാക്ട്ലി ഈ പ്രൈസിന് കിട്ടും. ഇതിന്റെ ഡീറ്റെയിൽസ് 2021 ആണ്. എക്സൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 31,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിലാണ്. ഫുള്ള് കമ്പനി സർവീസ്, റീപ്ലേസും ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിനോട് ചോദിക്കുന്ന പ്രൈസ് 5.5 ലക്ഷമാണ്. അതായത് നിലവിൽ നമുക്കൊരു ഹാച്ച് ബാക്ക് വാങ്ങുന്ന പ്രൈസിന് ഒരു സബോമീറ്റർ SUV ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. പിന്നെ ഈ ഒരു വെഹിക്കിൾ പെട്രോൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് ഇല്ല. അത്യാവശ്യം നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതേപോലെ തന്നെ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് ഇല്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇല്ല. പ്രൈസ് 5.5 ലക്ഷം രൂപ. 5.5 ലക്ഷം ചോദിക്കുന്നത്. എലിജിബിൾ കസ്റ്റമേഴ്സിന് ഇതും 5.5 ലക്ഷം തന്നെ ഫൈനാൻസ് ചെയ്യാം. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി. നിങ്ങൾ എലിജിബിലിറ്റി അത് നിങ്ങൾക്ക് കിട്ടും. ട്രാക്ക് ഡിപ്പെൻസ് ആണ് അല്ലേ. ഇത് നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ്, അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതേപോലെ എല്ലാ ജനറേഷൻ ആളുകളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് ഫോക്സ് വാഗൻ പോളോ, അതും വൈറ്റ് ഫിനിഷിംഗ് അല്ലേ. ഇത് 2019 മോഡലാണ്. കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 ഓടിക്കുന്നു. പെട്രോൾ, മാനുവൽ ട്രാൻസ്മിഷൻ, മാനുവലാണ്. സോ നമുക്ക് പെട്രോൾ ആയതുകൊണ്ട് തന്നെ പൊതുവെ പോളോയിൽ കൂടുതൽ ആളുകളും എൻക്വയറി ചെയ്യുന്നതും പെട്രോളാണ്. കാരണം മെയിൻ്റെനൻസ് ആണ് അതിന്റെ ഡിപ്പെൻസ് നോക്കുമ്പോൾ വളരെ കുറവുള്ള ഒരു വെഹിക്കിൾ കൂടിയാണ്. അത് നമുക്ക് ഏറ്റവും ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? കംഫർട്ട് ലൈൻ മിഡിൽ വേരിയന്റ് ആണ്. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. ഈവൻ നമുക്ക് റിയറിൽ വൈപ്പ് കാര്യങ്ങൾ അത്യാവശ്യം, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അല്ലേ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5,90,000. പക്ഷേ ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക്? ലോണൊക്കെ മാക്സിമം ഇതും ഒരു 50,000 ഒക്കെ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 50,000 രൂപ നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹിസ്റ്ററി അവൈലബിൾ ആയ ഒരു വാഹനം. 2019 പോളോ അല്ലേ. നിങ്ങൾ ബഡ്ജറ്റിൽ ഒരു ക്രെറ്റ നോക്കുന്നവരെ സംബന്ധിച്ച് ശരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയാണ്. കാരണം നമുക്ക് നിലവിൽ ഇറങ്ങുന്നതിനേക്കാൾ ബിൽഡ് ക്വാളിറ്റി, ബോഡി വെയിറ്റ് കാര്യങ്ങളും പെർഫോമൻസും വരുന്ന ഒരു വാഹനം കൂടിയാണ് ഫസ്റ്റ് ജനറേഷൻ. അതിൽ നമുക്കൊരു ഹൈ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി വാഹനമാണ് ഈ ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡൽ SX പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. അന്നത്തെ ഏറ്റവും ഹൈ എൻഡ് ഓട്ടോമാറ്റിക്കൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, 1.6 എഞ്ചിൽ. ഓക്കെ, അപ്പൊ നല്ല പെർഫോമൻസ് ഉണ്ടാവും, ലോ മെയിൻ്റെനൻസും ആയിരിക്കും അല്ലെ വാഹനം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 54,000 ഓടിക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പിൽ ഇത്രയും കാലമായിട്ട് നമുക്ക് ഏകദേശം വെറും 54,000 കിലോമീറ്റർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഓൺഷിപ്പ് സെക്കൻഡ് ഓൺ ഫുൾ കമ്പനി സർവീസ്. ഒരു ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. അത്ര 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് പ്രവാസികളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ലോ കിലോമീറ്റർ ഒക്കെ ഓടുന്നവരെ സംബന്ധിച്ച് കുറേ കാലം നമുക്ക് റൺ ചെയ്യാതെ നിന്നാലും നമുക്കൊരു കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും വരാത്തൊരു എഞ്ചിൻ കൂടിയാണ് ഈ ഒരു വാഹനം. സോ നല്ല പെർഫോമൻസ് പ്ലസ് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് പ്രൈസ് പുതിയത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 15 ലക്ഷത്തിനടുത്ത് വരേണ്ട ഇതിന്റെ പ്രൈസ്. നമ്മളോട് ചോദിക്കുന്നത് 7,95,000. അപ്പൊ ആ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ഏകദേശം 10 അടുത്ത് പ്രൈസ് ഉള്ളൂ. പ്രൈസ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പല വേരിയന്റ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയും പുതിയതുണ്ട് അല്ല എത്ര മാർക്കറ്റ് ES എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേരിയന്റ് ഉണ്ട്. പക്ഷെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് വേരിയന്റ്. അപ്പൊ അന്ന് അത്ര പ്രൈസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതൊക്കെ ഫുൾ ലോൺ കിട്ടുന്നത്. ഇതൊക്കെ ഫുൾ ലോൺ കിട്ടും. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാം നമുക്ക് 0 ഡൗൺ പേയ്മെന്റ്. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രൊഫൈൽ. ഇതിന് അടുത്ത് നമുക്കൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഗ്രാൻഡ് ഐട്ടൺ. പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് കുറവ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്, കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത് പെട്രോൾ ആണോ ഡീസലാണോ? പെട്രോൾ ആണ്. ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കുക. 15 വരെ കിട്ടും. 15 പറയാലോ.
പക്ഷെ ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് ലോ മെയിൻ്റെനൻസ് ആണ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഫാമിലിനൊക്കെ യൂസ് ചെയ്യുക, അത്ര ഓട്ടമില്ലാത്ത ആൾക്കാർ വീട്ടിൽ വാങ്ങിയിടാം, ഇനി ഒരു വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അത്ര പ്രൈസ് ഒന്നും കുറയില്ല. പിന്നെ ഇത് ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഗിയർ 80 എന്ന് പറഞ്ഞ ട്രാൻസ്മിഷൻ വരുന്നത്, ഓട്ടോമാറ്റിക് ആണത്. പിന്നെ ഇലോണ്ട അസിസ്റ്റ് ഓൾറെഡി അതിൽ ഇൻബിൽഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ കയറ്റത്തിലൊക്കെ ബാക്കോട്ട് ഇറങ്ങി വരുന്ന ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ബിഗിനർ ഡ്രൈവേഴ്സിനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. കിലോമീറ്റർ ഇത് 50,000 ഓടി 2018 മോഡലാണ്. സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്, അതായത് അലോയ് വീൽസ് ഒക്കെ വരും. ആസ്റ്റന്റെ തൊട്ട് താഴെ ടോപ്പ് വേരിയന്റ് തൊട്ട് താഴെ വരുന്നത്, റിവേഴ്സ് ക്യാമറ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഫുൾ നമുക്ക് ഒരു ചെറിയ വാഹനമാണെങ്കിൽ റിയറിൽ നമുക്ക് AC വെന്റ് അടക്കം വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും ഒരു അടിപൊളി വാഹനം കൂടിയാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 4,95,000. 495 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. അതാണ് ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെ അല്ലേ? ഏകദേശം നമുക്ക് ലോൺ ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഇത് ഒരു 50,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് കാണേണ്ടി വരും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും ചെയ്യാം. ഇതിന് അടുത്ത് നമ്മളൊരു നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള വെഹിക്കിൾ ആയിട്ട് വന്നിട്ടുള്ളത്, അതും റെഡ് ആൻഡ് ബ്ലാക്ക് ഡുവൽ ടോൺ ഫിനിഷിൽ വരുന്ന ഹോണ്ടയുടെ ബ്രിയോ ആണ്. സോ നമുക്ക് ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള വെഹിക്കിളാണ്. അത്യാവശ്യം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നല്ല കിഡലായിട്ടുള്ള ഒരു അലോയി കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കിഡലം വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2015 മോഡൽ S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിക്കും. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസ് ആണ്. അത് കൂടാണ്ട് ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ചെയ്തിക്കണ്, വീൽ അപ്ഗ്രേഡ് ചെയ്തിക്കണ്, പിന്നെ പുതിയ 4 ടയേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീ എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വലിയ ഹൈലൈറ്റ്. വണ്ടി ആയതുകൊണ്ട് മെയിൻ്റെനൻസ് 1.2 പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പെർഫോമൻസ് ഉണ്ടാവും, അത്യാവശ്യം മൈലേജും കിട്ടും, മെയിൻ്റെനൻസ് വളരെ കുറവുള്ള ഒരു എഞ്ചിൻ കൂടിയാണ് ഹോണ്ടയുടെ ഈ വെഹിക്കിൾ അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് 4.5 lakhs 2015. മാക്സിമം നമുക്ക് എത്ര രൂപയ്ക്ക്? മാക്സിമം 4 lakh വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും. ഒരു 14 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ. പിന്നെ പ്രൈസ് ഒന്നും ഫൈനൽ അല്ല, ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഉണ്ടാവും അല്ലേ? അടുത്ത നമുക്കൊരു കിട്ടണം ഒരു സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. വൈറ്റ് അടുത്തായിട്ട് വരുന്നത്, അതിന്റെ മുമ്പായിട്ട് ബ്ലൂ ഫിനിഷിങ്. ഇത് അത്യാവശ്യം നമുക്ക് ഇറങ്ങിയൊരു മോഡലാണ്. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു കളർ കൂടിയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വീണ്ടും ഒരു ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ്. 2022 പെട്രോൾ 50,000 ഓടി. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പിൽ. VXI എന്ന് പറഞ്ഞ വേരിയന്റ്. AC പോസ്റ്റന്, പവർ വിൻഡോസ്, അത്യാവശ്യം നമുക്ക് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, ടയേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് ഡുവൽ ജെറ്റ് VVT എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും കിട്ടുന്ന ഒരു എഞ്ചിൻ സ്പെക്ക് കൂടിയാണ് ഇതിൽ വരുന്നത്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 645 645. നിലവിലിപ്പോൾ നമുക്ക് 3 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ്. സീരീസ് പഴയ എഞ്ചിന്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അതേപോലെ തന്നെ ഫുൾ ഓൺ നമുക്ക് എന്തായാലും കിട്ടും, വണ്ടി ഇറങ്ങും. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ട് ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വാഗ്നർ. കാരണം സിൽവർ എന്ന് പറഞ്ഞാൽ എന്നും ഈ ഒരു ഫിനിഷിംഗ് നമുക്ക് വണ്ടി കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കളറിന്റെ അട്രാക്ഷന്. കൂടുതൽ നമുക്ക് അത്യാവശ്യം നല്ല യാത്ര കംഫർട്ട് കൂടി നമുക്ക് കിട്ടുന്നൊരു വാഹനം കൂടിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 61,000 കിലോമീറ്റർ. പെട്രോൾ AMT ഓട്ടോമാറ്റിക്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, നല്ല സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 4,10,000. 4,10. അന്നത്തെ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ് VXI ആണ്. AC പോസ്റ്ററിംഗ്, 4 രൂപ പവർ വിൻഡോ, റിയറിൽ വൈപ്പർ, അതേപോലെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. റീസെയിൽ വാല്യൂ കൂടുതലാണ്. കുറച്ച് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് മാർക്കറ്റിൽ പോയാൽ വല്ലാണ്ട് ഒരു ഡിപ്രീസിയേഷൻ വരില്ല എന്നുള്ളതാണ്. ഡിമാൻഡ് ഉള്ള വാഹനമാണ്. ഏകദേശം നമുക്ക് എത്ര രൂപ? 4,10,000 ആണ് പ്രൈസ്. ഒരു 3.5 വരെ നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും. 60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ വൈറ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരു കിടലം വൈറ്റിൽ നമുക്ക് 4 സിലിണ്ടർ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് ആണ്. 2019 ആണ്. സിംഗിൾ ഓണർ. 19 മോഡലാണ്. ഓട്ടോമാറ്റിക് സെഗ്മെന്റ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 80,000. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഓട്ടോമാറ്റിക് ആണ് അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 5,95,000 ആണ്. 5,95,000. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോൺ 5-5.5 വരെ കിട്ടും. 5-5 വരെ നമുക്ക് ലോണും ചെയ്യാം. ചെറിയൊരു 10-25 രൂപ ഉണ്ടെങ്കിൽ സ്വയമായിട്ട് വണ്ടിറക്കാം. സർവീസ് ഉണ്ട്. VXI ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽഡ് തന്നെ സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. അത് നമുക്ക് ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് വരുന്നത് നല്ലൊരു അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീസൽ ഒരു കിഡ്ലൻ സെഡാനാണ്. ഹുണ്ടായുടെ ഡീസൽ.
അതും ഡീസലാണ് അല്ലെ, ഓട്ടോമാറ്റിക് അല്ലായിരുന്നു. ഈ സമയത്ത് 2015 മോഡൽ. ഈ സമയത്ത് ഡീസലിൽ ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടികളൊന്നും ഇല്ല. ഇതിൽ അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് SX ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റ്. 2015 തന്നെ 6 എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ്, DRL, എല്ലാ ഫീച്ചേഴ്സും ലൈറ്റ് യൂസ്ഡ് ആണ്, സിംഗിൾ ഓണർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 2015 വണ്ടി 80,000 എന്ന് പറയുമ്പോൾ വലിയ കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ 2015 പറയുമ്പോൾ 10-11 വർഷം കൊണ്ടാണ് 80,000 കിലോമീറ്റർ ഫുൾ സർവീസ് ആണ്. അപ്പോൾ 10,000 കിലോമീറ്റർ എല്ലാത്ത സമയത്തും 1 ഇയർ ഡ്യൂ ആകുമ്പോൾ അവർ സർവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6,75,000. 6,75,000 അല്ലേ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ. അത് 87,000 കിലോമീറ്റർ സിംഗിൾ ഓൺ വണ്ടി അല്ലേ. ലോണ് നമുക്ക് ഏകദേശം എത്ര വരെ? ലോണൊക്കെ 6 lakh വരെ ലോഞ്ച് ചെയ്യും. ചെറിയൊരു ആഷ് ബാഗ് എന്നാൽ അത്യാവശ്യം നല്ല ഫീച്ചറിലോടുള്ള ഒരു അടിപൊളി വാഹനമാണ് എലൈറ്റ് i20. അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷനിൽ. കാരണം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഈ ആദ്യമായിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. നല്ല പെർഫോമൻസും നല്ല കംഫർട്ട് കൂടി കിട്ടുന്ന ഒരു അടിപൊളി ഫാമിലി വെഹിക്കിൾ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതും ഓട്ടോമാറ്റിക്കാ, CVT ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എല്ലാവർക്കും പ്രിഫറൻസ് ഉണ്ട് ഗിയർ ബോക്സിൽ. CVT ഓട്ടോമാറ്റിക്കിൽ പെട്രോളിൽ i20 ആസ്റ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസാണ്. യെസ്, അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, റിയറിൽ പിന്നെ AC വെന്റ് വരുന്നുണ്ട്, റിയറിൽ വൈപ്പർ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, അതേ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, അതേപോലെ നമുക്ക് കീലെസ് എൻട്രി ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. അതൊരു ബെസ്റ്റ് പ്രൈസ്. ഏകദേശം എത്ര രൂപ? 6 ലക്ഷം. 6 ലക്ഷം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണും ചെയ്യാൻ പറ്റും. അടുത്ത നല്ലൊരു കിഡ്ലം SUV ആയിട്ട് വന്നിട്ടുള്ളത് സെൽട്ടോസ്. അതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് ആണ്, 70 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ് അല്ലേ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മാനുഫാക്ചറിങ്, 23 രജിസ്ട്രേഷനാണ് വരുന്നത്. പിന്നെ 1.5 ടർബോ ചാർജഡ് എഞ്ചിനിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, ഒരു ക്ലെയിമും ഇല്ല. പക്ക ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. ഇതിന് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് 15,50,000. ഏകദേശം ലോണ്. ഇത് GT ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. അതായത് 360 ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ് എക്സ്ട്രാ വരുന്നത്. ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. അതായത് ഒരു 70 എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ സ്പെഷ്യൽ എഡിഷൻ ആണ്. അത് വളരെ റെയർ ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓക്കെ, നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ അത് ഫുള്ള് ചെയ്യാം, ശരിക്കും 15,000 വരെ ലോൺ ചെയ്യാം. പിന്നെ പ്രൈസ് ഒന്നും ഫൈനലല്ല, മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വാഗ്നർ പരിചയപ്പെട്ടിരുന്നു. ഇതിന്റെ സ്പെഷ്യൽ എഡിഷൻ ആണ് അല്ലേ, സ്റ്റിംഗ്റേ എന്ന് പറയും. ഇത് തമ്മിൽ എന്താണ് നമുക്ക് ഒരു മാറ്റം എന്ന് പറയുന്നത്? എങ്ങനെ? സ്റ്റിംഗ്റേ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രീമിയം ലെവലിൽ ഇറക്കിയ വാഹനമാണ്. ഡയമെൻഷൻസും എഞ്ചിനൊക്കെ സെയിം ആണെങ്കിൽ കൂടി ഇതിൽ കുറച്ച് വാഗ്നർ VXi ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ അലോയ് വീൽസ്, പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ്, പിന്നെ സ്റ്റീരിയോയിലൊക്കെ ഉള്ള ഡിഫറൻസ് അതൊന്നും വാഗ്നർ ഇൻബിൽട്ട് ആയിട്ട് വരില്ല. പിന്നെ ഗ്രില്ലിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് ഇറക്കിയ ഒരു സാധനം അത്രേ ഉള്ളൂ. അതായത് നമുക്ക് നിലവിൽ ആ ഒരു സമയത്ത് വാഗ്നറിലെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പിന്നെ അലോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഒന്നുകൂടി ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 90,000 ഓടിക്കും. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? എത്ര ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 2,95,000. 2,95,000. ഒരു ചെറിയൊരു പ്രൈസിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം ഉണ്ടാവും. മാക്സിമം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും? ഇതൊക്കെ 2 lakhs വരെ ഫൈനാൻസ് കിട്ടും. പക്ഷെ ഇത് 2013 ആയതുകൊണ്ട് 2 വർഷം കിട്ടുള്ളൂ. പക്ഷേ ഫൈനാൻസിനെക്കാട്ടിയും ചെറിയ വണ്ടി എടുത്ത് ഒരു വർഷം കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. ഒരു വർഷം കഴിഞ്ഞതിന്റെ വില ഒന്നും വല്ലാണ്ട് കുറയില്ല. അപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. ചെറിയ സെഗ്മെന്റ് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു നല്ല സുഖം, ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. ഇന്നോവയാണ്. അത് നമുക്ക് സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. Type 4 ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡലാണ്. G4 എന്ന് പറയുന്ന വേരിയന്റിൽ. G4ൽ മാനുവല് വരുന്നത് ഡീസലാണ്. പിന്നെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് റീരജിസ്റ്റേർഡ് ആണെങ്കിൽ കൂടി ഫുൾ കമ്പനി സർവീസ് ആണ്. കിലോമീറ്റർ ഗ്യാരണ്ടി ഉള്ള വണ്ടി. 96,000 ഓടിയിട്ടുള്ളൂ. അതിന് നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 8,75,000. 8,75,000 അല്ലേ. ലോണ് നമുക്ക് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ 1.5-2 ലക്ഷം വരെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ലോണ് ചെയ്യാൻ പറ്റൂല. ഇതിന്റെ കുഴപ്പമില്ല. ഇതിൽ 3 ഇയർ വരെ മാക്സിമം ഫൈനാൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ട്. ഇപ്പൊ 2016 ആകുമ്പോൾ 26 ആയല്ലോ. ഓക്കെ, അടുത്ത നമുക്ക് ലോ കിലോമീറ്റർ ഓടുള്ള ഒരു കിഡ്ലൻ സെഡാൻ ആണ്. മാരുതി സുസുക്കി സിയാസ്. അതും കോഫി ബ്രൗൺ ആണ് വരുന്നത്. ഡെൽറ്റ പ്ലസ് ആണ് ഓപ്ഷന്. നമ്മുടെ കമ്പനി അലോയ്സ്, റിയർലി AC വെന്റ്, അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഒരു പ്രീമിയം ലെവലിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലോ കിലോമീറ്റർ ഓടിയുള്ള സെഡാൻ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. അത്യാവശ്യം മൈലേജും കിട്ടൂല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ അല്ല.
എത്ര ചോദിക്കുന്ന ഈ 6,20,000. ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മളെ അലോയ്സ്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ ഒരു സെഡാൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ഗ്യാരണ്ടി വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 50,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കുകയാണെങ്കിൽ ഈ സെഡാൻ പ്രീമിയം സെഡാൻ കൊണ്ടുപോകാം, നമുക്ക് കൊണ്ടുപോകാൻ ചെയ്യാം അല്ലേ. അടുത്ത വീണ്ടും നമുക്കൊരു വാഗ്നർ തന്നെയാണ്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ജെൻ ആണ് നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡല്. അത് നമുക്ക് ഒരു പിന്നെ ഗ്രേ ഫിനിഷ് കോഫി ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 ZXi എന്ന് പറയുന്ന വേരിയന്റ് 1.2 K സീരീസ് എഞ്ചിനിൽ വരുന്നത്. അതായത് സ്വിഫ്റ്റിൽ ബലേനോയിലൊക്കെ വരുന്ന ആ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്ഗ്രേഡ് ചെയ്തിട്ട് സാധാ 1 ലിറ്റർ വാഗനർ അല്ല. അപ്പോൾ മൈലേജ് കൂടും, പെർഫോമൻസ് കൂടും. അപ്പോൾ 2022 സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസാണ്. നമ്മൾ 5,60,60,000 ചോദിക്കുന്നത്. എലിജിബിൾ കസ്റ്റമേഴ്സിന് 2022 മോഡലാണ്. ഇത് നമുക്ക് 100% ലോൺ. അടുത്ത നമുക്കൊരു കിലോ സെലേറിയോ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 പെട്രോൾ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, 54,000 കിലോമീറ്റർ ഓടി. ZXi എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. നമുക്ക് പ്രിഫർ ലേഡീസിനോട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലെ. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? നമുക്കിത് ഏകദേശം ഒരു 4 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഒരു 3.5 ലക്ഷം വരെ ഫൈനാൻസും ചെയ്യാൻ പറ്റും. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടുപോകാം. അത് നമുക്ക് സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ. Volkswagen Amio ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ. കാരണം നമുക്ക് വളരെ റയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു എഞ്ചിനാണ്, DSG ഗിയർ ബോക്സ്. സോ നല്ലൊരു സ്പോർട്ടി പെർഫോമൻസ് പ്ലസ് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 മോഡൽ 80,000 ഓടിക്കിന് സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫുൾ കമ്പനി സർവീസ് ആണ്. DSG ഗിയർ ബോക്സിൽ 1.5 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. സോ നല്ല പെർഫോമൻസ് ഉണ്ടാകും, കൂടെ തന്നെ മൈലേജ് കംഫർട്ട് അല്ലേ. പെർഫോമൻസും പിന്നെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്താ. ആക്ച്വലി ഇത് പോളോ തന്നെയാണ്, പക്ഷെ പോളോയ്ക്ക് ഒരു ഡിക്കി അഡീഷണൽ വരുന്നുള്ളൂ. പക്ഷെ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫാനാവും. അത്ര ഇതിലും വെന്റോലും അങ്ങനെ കുറച്ച് വണ്ടികളിലെ ഇന്ത്യയിൽ എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് 6,70,000 ആണ് ചോദിക്കുന്നത്. ഹൈലൈൻ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, 2019 മോഡൽ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും? ഫുള്ള് ലോൺ, 6,70,000 ലോൺ. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് നല്ലൊരു മൈലേജ് പ്ലസ് കംഫർട്ട് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് ഫുൾ കമ്പനി സർവീസ്, ഫുൾ കമ്പനി നമ്മൾ അതിലുണ്ട്. നമ്മൾ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്തു. ഇത് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഒരു ആഷ് ബാഗില് നല്ലൊരു കിടിലൻ വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഡീസൽ കൂടിയാണ് അല്ലെ. സോ നല്ല മൈലേജ് കിട്ടും, കൂടെ തന്നെ പെർഫോമൻസ്. ഡീസൽ മാനുവൽ പ്ലസ് മൈലേജ് കംഫർട്ട് വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതും ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലെ. എലൈറ്റ് i20 അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 54,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ആണ്. ഇത് ആസ്റ്റ എന്ന് പറഞ്ഞ വേരിയന്റിൽ ഡുവൽ ടോൺ കമ്പനിയിൽ തന്നെ വരുന്നതാണ്. ഇത് കമ്പനി പെയിന്റിംഗ് ആണ്. ഇതിന്റെ ഉള്ളിലെ പ്രത്യേകത ഫുൾ ഇന്റീരിയർ ബ്ലാക്ക് ആണ് വരുന്നത്. ഓക്കെ, സ്പെഷ്യൽ എഡിഷൻ ആണോ? സ്പെഷ്യൽ എഡിഷൻ. ഡീസൽ 7,20,000 ആണ് പ്രൈസ്. 2018 54,000 ഫുൾ കമ്പനി സർവീസ്, 54,000 കിലോമീറ്റർ അല്ലേ. സാധാരണ ലോ കിലോമീറ്ററോടെ ഇച്ചിരി വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. ഫുൾ സർവീസ് ഉണ്ട് ഇത്. അത്ര 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. എത്ര രൂപ ചെയ്യാൻ പറ്റും? 7,25,000, 7.25. മാക്സിമം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ബ്ലാക്ക് സെൽറ്റോസ്, അതും ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് 2023 മോഡലാണ്. കമ്പനി വാറണ്ടി വരുന്ന 59,000 കിലോമീറ്റർ, സിംഗിൾ ഓണറിൽ HTX പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ടോപ്പ് വേരിയന്റിൽ വെന്റിലേറ്റർ സീറ്റും 360 ക്യാമറയും, ചെറിയ 2-3 ഡിഫറൻസ് അല്ലാണ്ട് ബാക്കിയുള്ള ഡിഫറൻസുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ ആണ് ഡിപ്പെൻസ് നോക്കുമ്പോൾ, അതും സിംഗിൾ ഓണർ ആണ് വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 17,30,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 17,30,000 തന്നെ ഫൈനാൻസും കിട്ടും. അതാണ് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു SUV വേണ്ടത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നല്ല പെർഫോമൻസും മൈലേജും കംഫർട്ടും ഉണ്ടാവും. കൂടെ തന്നെ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ വാഹനം ഇറക്കാം. അപ്പോൾ നമ്മളുണ്ടായത് കാട്രാക്കിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിലാണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് ആൻഡ് മുഫീദ് സൈനിങ് ഓഫ്.